ജീവിതം വരച്ചിട്ട ദുഃഖങ്ങളുടെ കനലിൽ ചവിട്ടി നടന്നാണ് വി.എസ്. അച്യുതാനന്ദൻ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ജ്വലിക്കുന്ന നക്ഷത്രമായത്. ചെറുപ്പം മുതൽ ദാരിദ്ര്യവും പട്ടിണിയും അരക്ഷിതാവസ്ഥയുമെല്ലാം വി.എസിന്റെ ഒപ്പമുണ്ടായിരുന്നു. 4-ാം വയസ്സിൽ അമ്മയും 11-ാം വയസ്സിൽ അച്ഛനും മരിച്ചതോടെ 12-ാം വയസ്സിൽ ജ്യേഷ്ഠൻ ഗംഗാധരന്റെ തയ്യൽക്കടയിൽ സഹായിയായി. പിന്നീട് ആസ്പിൻവാൾ കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായ വി.എസ്. 1939 സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി 1940 17-ാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. പുന്നപ്ര വയലാർ സമരത്തിന്റെ ഭാഗമായി 1946 ഒക്ടോബർ 28-ന് പോലീസിന്റെ പിടിയിലായി. പൂഞ്ഞാർ ലോക്കപ്പിൽ വെച്ച് അനുഭവിച്ചത് കൊടിയ മർദ്ദനം. പോലീസുകാർ തോക്കിന്റെ ബയണറ്റ് കാൽവെള്ളയിൽ തുളച്ചിറക്കി. കാലുകൾ ജയിലഴികൾക്കിടയിൽ കെട്ടിവെച്ച കാൽപാദങ്ങൾ തല്ലിപ്പൊട്ടിച്ചു. മരിച്ചെന്ന് കരുതി കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിയും വരെ മർദ്ദനം തുടർന്നു. പുന്നപ്ര വയലാർ സമരത്തിന്റെ പേരിൽ വി.എസ്. 3 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു. രാഷ്ട്രീയ ജീവിതത്തിൽ വി.എസ്. 5 വർഷവും 8 മാസവും ജയിൽ ജീവിതവും 4.5 വർഷവും ഒളിവ് ജീവിതവും നയിച്ചിട്ടുണ്ട്. പുന്നപ്ര വയലാർ സമരത്തിന്റെ പേരിൽ 3 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം 1963 ചൈനീസ് ചാരൻ എന്ന പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1 വർഷം നീണ്ട ജയിൽവാസം. പിന്നീട് 1975 അടിയന്തരാവസ്ഥയെ തുടർന്ന് 20 മാസത്തെ ജയിൽവാസം. അങ്ങനെ യൗവനകാലം മുഴുവൻ വേട്ടയാടപ്പെട്ടവനായി വി.എസിന് ജീവിക്കേണ്ടി വന്നു. എന്നാൽ അവയ്ക്കൊന്നും കെടുത്തിക്കളയാനാവാത്ത വിപ്ലവാഗ്നിയായി പടർന്ന വി.എസ്. ഒടുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. അപ്പോഴും ജനങ്ങളുടെ നേതാവ് എന്നതായിരുന്നു വി.എസിന് ഏറ്റവും ചേരുന്ന വിശേഷണം. 102 വർഷത്തോളം വി.എസ്. അച്യുതാനന്ദൻ സാധാരണക്കാരുടെ സഖാവായാണ് ജീവിച്ചത്. പോരാട്ടത്തിന്റെ മറുപേരായി കേരളത്തിലെന്നും വി.എസിന്റെ പേര് തിളങ്ങി നിൽക്കും. വി.എസ്. എന്നത് കമ്മ്യൂണിസ്റ്റുകാരന്റെ പര്യായമായിരിക്കും കേരളത്തിൽ. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.